പ്രിയമുള്ളവരെ, ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമാണ് സമരങ്ങളും സമരങ്ങളുടെ വിജയവും പരാജയവുമൊക്കെ. കർഷക സമരം അതിൻ്റെ ഒരു ആധികാരികമായ വിജയത്തിൽ പരാജയപ്പെട്ടുവെങ്കിൽ ജൻസികളുടെ ഈ സമരം, നീറ്റ് ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട സമരം, അത് വിജയപരിസമാപ്തിയിലെത്തുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നു. സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ മേൽ യാതൊരു നിയമ നടപടികളും ഉണ്ടാകില്ലെന്ന് സർക്കാരിന് ഉറപ്പ് കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ വിദ്യാർത്ഥികൾ ഉന്നയിച്ച എല്ലാ ഉപാധികളും അംഗീകരിച്ചുകൊണ്ടാണ് സമരം പരിസമാപ്തിയിലെത്തുന്നത്. പൂർണ്ണമായും വിദ്യാർത്ഥികളുടെ, ജൻസികളുടെ, പാറ്റകളുടെ വിജയമെന്ന് പറയാവുന്ന രീതിയിൽ ആ സമരം പര്യവസാനിച്ചിരിക്കുന്നു. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ് സമരവും ഇതുപോലെയുള്ള ജനകീയ വികാര പ്രകടനങ്ങളുമൊക്കെ. അതൊരു പക്ഷേ പരാജയപ്പെടുവാം, വിജയിക്കാം. ഈ പോത്തിനെന്ത് ഏത്തവാഴ എന്ന് നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്. അതുപോലെയാണ് ചില സംഘി പ്രൊഫൈലുകളുടെയൊക്കെ ഈ വിലാപം കാണുമ്പോൾ തോന്നുന്നത്. സമരങ്ങൾ പരാജയപ്പെട്ടു, വിജയിച്ചു എന്നത് ആ സമരവുമായി ബന്ധപ്പെട്ട ചില നിലപാടുകളുടെ ഭാഗമാണ്. പക്ഷേ ഈ സമരം വിജയിച്ചിരിക്കുന്നു, അത് ഉൾക്കൊള്ളുവാൻ മിക്ക സംഘി പ്രൊഫൈലുകൾക്കും കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് TG മോഹൻദാസ് തൊട്ട് താഴോട്ടുള്ള ഈ ശാഖയിൽ വടികറക്കളായ എല്ലാ സംഘികളും അവരുടെ സൈബർ ഇടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കരച്ചിലുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. വല്ലാത്ത വിലാപമാണ് സംഘികളുടെയൊക്കെയും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണുന്നത് എന്നാണ് യാഥാർത്ഥ്യം. TG മോഹൻദാസ് കുറച്ചുകൂടി കടന്നു തന്നെ അയാളുടെ ചാനലിൽ വന്ന് അഭിപ്രായ പ്രകടനം നടത്തുന്നു. താനായിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ സമരക്കാരെയൊക്കെ വെടിവെച്ചിട്ടേനെ. ഒരു 3-4 മണിക്കൂർ കൊണ്ട് തോക്കുമായി ഇറങ്ങിയാൽ തീരാവുന്ന സമര മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നരേന്ദ്രമോദി ഇത്തരം സമരങ്ങൾ ഗോത്രയിലൊക്കെ അടിച്ചൊതുക്കി പാരമ്പര്യമുള്ള ഒരാളാണ്. പക്ഷേ ഇവിടെ എന്തുകൊണ്ടോ അദ്ദേഹം ഇത് ചെയ്യുന്നില്ല എന്ന മട്ടിൽ TG മോഹൻദാസിൻ്റെ ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായതായി ചില മാധ്യമ റിപ്പോർട്ടുകളെ കാണുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിമർശനം അദ്ദേഹം ഈ അവസരത്തിൽ ഏറ്റുവാങ്ങുന്നുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ സമരം തുടങ്ങി അന്നു മുട്ടേ സംഘികളുടെ ഒരു കരച്ചിൽ ദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ ഇടങ്ങളിലും ഒക്കെ കണ്ടതാണ്. ആദ്യം പറഞ്ഞു ഇത് അമേരിക്ക ഡീപ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട സമരമാണ്, അമേരിക്കയിൽ നിന്ന് പരസ്യം കിട്ടുന്നുണ്ട്, ജോർജ് സോറസിൻ്റെ പരസ്യം കിട്ടുന്നുണ്ടെന്നൊക്കെ, പൈസ കിട്ടുന്നുണ്ടെന്നൊക്കെ. ജോർജ് സോറസൊക്കെ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിയുടെ സുഹൃത്ത് സാക്ഷാൽ ട്രംപാണ് അമേരിക്ക ഭരിക്കുന്നത്. നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തോട് പറയാം, അമേരിക്കയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഫണ്ട് ഈ സമരത്തിന്, പാറ്റകളുടെ സമരത്തിന് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഫണ്ട് കൊടുക്കുന്ന ആളുകളെയൊക്കെ പിടിച്ചകത്താക്കാൻ പറഞ്ഞാൽ നിസ്സാരമായിട്ട് ട്രംപിന് അത് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം നരേന്ദ്രമോദിയുടെ അടുത്ത സുഹൃത്താണ് ട്രംപ് എന്നാണ് സംഘികളൊക്കെ അവകാശപ്പെടുന്നത്. പക്ഷേ അങ്ങനെയൊന്നും ഫണ്ടൊന്നുമില്ല. നിരപരാധികളായ വിദ്യാർത്ഥികൾ അവരുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരം, അവരുടെ ഭാവി അവതാളത്തായി ബന്ധപ്പെട്ട് അവരുടെ സഹപാഠികളായിരുന്ന 29 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തതിൻ്റെ മനോവേദനയിൽ അവർ തുടങ്ങിയ സമരമായിരുന്നു. പിന്നീട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, യുവാക്കൾ, കർഷകർ, വിദ്യാർത്ഥികൾ, രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ആ സമരത്തിൻ്റെ ഭാഗമായതോടുകൂടി ആ സമരത്തിന് പുതിയ രൂപവും ഭാവവും വന്നു. നരേന്ദ്രമോദിക്കും സർക്കാരിനും ആ സമരത്ത് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാതെ യാതൊരു ഭീകരവാദ സംഘടനകളുടെയും യാതൊരു വിദേശ രാഷ്ട്രത്തിൻ്റെയും പിൻബലം ആ സമരത്തിനില്ല എന്നതാണ് യാഥാർത്ഥ്യം. എങ്കിൽ അത് കണ്ടുപിടിക്കുവാനുള്ള, അങ്ങനെ അകത്താക്കുവാനുള്ള എല്ലാ സോഴ്സും ഇന്ത്യക്കുണ്ട്. ഈ അവസരത്തിൽ ഇന്ത്യയെ നയിക്കുന്ന നരേന്ദ്രമോദിക്കും ഒക്കെ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെയൊക്കെ പേരിൽ ഈ ജോർജ് സോറോസിൻ്റെ പിന്നിലുള്ള ബന്ധം ആരോപിക്കുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ രഹസ്യാന്വേഷണ ഏജൻസികളും ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പിറകെ ആയിരിക്കുമെന്ന് വ്യക്തമാണ്. കാരണം രാഹുൽ ഗാന്ധിയെ എങ്ങനെയെങ്കിലും തട്ടി അകത്തുവാക്കാനുള്ള ഒരു അവസരം കാത്തു നിൽക്കുകയാണിത്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ നിയമ നടപടിക്ക് രാഹുൽ ഗാന്ധി വിധേയമാക്കാവുന്ന തരത്തിൽ സർക്കാർ മുന്നോട്ട് പോയേനെ. പക്ഷേ അതൊന്നും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെയും ജനാധിപത്യ രീതിയിൽ വിദ്യാർത്ഥികൾ നടത്തിയ സമരമായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. പിന്നെ എപ്പോഴും എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന സമരങ്ങളെ ഭരണത്തിലിരിക്കുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ ആരോപിക്കാറുണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. നേരത്തെ നമ്മൾ അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ ജന്തർ മന്ദറിലൊക്കെ കണ്ട, 2ാം UPA സർക്കാരിൻ്റെ സമയത്ത് ജന്തർ മന്ദറിലൊക്കെ കണ്ട ഒരു സമരത്തിൻ്റെ മറ്റൊരു ഭാവമാണ് ഈ സമരം. ഒരുപക്ഷെ അന്ന് ആ സമരത്തിന് ശേഷം കോൺഗ്രസിന് ഇന്ത്യയിൽ ഒരിക്കലും അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ, കഴിഞ്ഞ 13 വർഷമായി പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വന്നുവെങ്കിൽ ആ തരത്തിലുള്ളൊരു സമരത്തിൻ്റെ സൂചികയാണ് പാറ്റകളുടെ വിദ്യാർത്ഥി സമരത്തിൽ നമുക്ക് വ്യക്തമാകുന്നത്. BJP ഒരുപക്ഷെ പതിറ്റാണ്ടുകൾക്കോളം രാജ്യത്തിൻ്റെ അധികാരത്തിന് പുറത്തിരിക്കേണ്ടി വരും എന്ന സൂചന ഈ സമരത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒക്കെ ഒരു വിലയിരുത്തൽ. പ്രത്യേകിച്ചും നേരത്തെ ആജ് തക്കിൻ്റെ ഒക്കെ ഒരു വിലയിരുത്തലുണ്ടായിരുന്നത് BJP ഇപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ 2034 വരെ ഇന്ത്യ ഭരിക്കുവാൻ കഴിയുമെന്നാണ്. കാരണം 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും BJP അധികാരത്തിൽ വരുമെന്നാണ് ആജ് തക്കിൻ്റെ ഒക്കെ മേധാവി പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹം സൂചിപ്പിച്ചത്
അതിന് പ്രതികൂലമായി ബി ജെ പിയുടെ രാഷ്ട്രീയ നേട്ടത്തിന് പ്രതികൂലമായി വലിയ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റുണ്ടായാൽ മാത്രമേ അതിന് തടസ്സമുണ്ടാകൂ എന്നാണ്. പക്ഷേ പാറ്റകളുടെ ഈ സമരത്തെ ഇന്ത്യയിലെ ന്യൂജൻ വിദ്യാർത്ഥികൾക്കിടയിൽ ബി ജെ പിയും ബി ജെ പിയുടെ നേതാവ് നരേന്ദ്രമോദിയും അനഭിമതനാകുന്നത് അത്തരം ഒരു രാഷ്ട്രീയ ദിശാമാറ്റത്തിൻ്റെ സൂചകമായിട്ട് ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. 2034 വരെ, അതായത് അടുത്ത ലോക്സഭാ ഇലക്ഷനിലും വിജയിച്ച് അധികാരത്തിൽ തുടരും എന്നു കരുതിയ ബി ജെ പിക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ജൻസികളുടെ സമരം എന്നത് യാഥാർത്ഥ്യമാണ്. ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ നരേന്ദ്രമോദിക്ക് എത്ര ഫോളോവേഴ്സ് കൂടിയാലും അതൊന്നും യാഥാർത്ഥ്യവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒന്നുമല്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും നമുക്ക് എങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോവേഴ്സിനെ കൂട്ടാം, അതിലുള്ള ഫോളോവേഴ്സിനെ കൂട്ടാനുള്ള വിവിധ മാർഗ്ഗങ്ങൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോകളിടുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ചില മാർഗ്ഗങ്ങൾ ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാകാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട് എന്ന് ഞാനും പറയുന്നില്ല. അങ്ങനെയൊക്കെ സാധ്യതകളുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. പക്ഷേ ഉത്തരേന്ത്യയുടെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയേക്കാൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് അഭികാമ്യനാകുന്ന പുതിയൊരു രാഷ്ട്രീയ സാഹചര്യം ഈ പാറ്റകളുടെ സമരത്തോടു കൂടി രൂപപ്പെട്ടിട്ടുണ്ട് എന്ന ചർച്ച വരുന്നു എന്നാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് സംഘികളുടെ സൈബർ ഇടങ്ങളൊക്കെ ഇങ്ങനെ അസ്വസ്ഥത ആകുന്നത് എന്നതും ഒരു ചർച്ചാ വിഷയമാണ്. എന്തായാലും സമരം അതൊരു ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമാണ്. സമരങ്ങൾ വിജയിച്ചിട്ടുണ്ടാകാം, പരാജയപ്പെട്ടിട്ടുണ്ടാകാം. ചിലപ്പോൾ സർക്കാരിന് ഉപാധികളോടെ സമരക്കാരുടെ മുമ്പിൽ കീഴടക്കപ്പെട്ടേക്കാം. നേരത്തെയും അങ്ങനെ അണ്ണാ ഹസാരയുടെ സമരത്തിന് മുന്നിൽ ഒക്കെ കീഴടങ്ങേണ്ടി വന്നിരുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്ത് അണ്ണാ ഹസാരയും അന്ന് അവരുടെ സംഘവും പറഞ്ഞ ഉപാധികൾക്ക് മുന്നിൽ സർക്കാർ കീഴടങ്ങേണ്ടി വന്നു. അവരുടെ സന്ധികൾക്കനുസരിച്ച് കരാറിലൊക്കെ ഒപ്പിടേണ്ടി വന്നു. അതുപോലെ ഒരു സമരം, അങ്ങനെ ഒരു പരിസമാപ്തം, അത് അങ്ങനെ കരുതുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്നൊരു വീക്ഷണം എനിക്കുണ്ട്. അതിനപ്പുറം ആരെങ്കിലും പരാജയപ്പെട്ടതായോ വിജയിച്ചതായോ ഒന്നും കരുതി ഈ സമരരംഗം കൂടുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്ക് ചർച്ചകൾ നീട്ടിക്കൊണ്ടു പോകരുത് എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. പ്രത്യേകിച്ചും സംഘി സൈബറിടങ്ങളിലൊക്കെ അങ്ങനെ ഒരു വിശകലനം വരുന്നുണ്ട് എന്നത് ദുഃഖകരമാണ്. സമരക്കാരെ അങ്ങനെ നേരിടണമായിരുന്നു, ഇങ്ങനെ നേരിടണമായിരുന്നു എന്നൊക്കെ. അവർ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ചും ഈ സമരക്കാരിൽ അധികവും BJP പാരമ്പര്യമുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്നതാണെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. BJPക്ക് രാഷ്ട്രീയ അടിത്തറ ഏറ്റവും കൂടുതലുള്ള രാജസ്ഥാനിൽ നിന്നും UP നിന്നും ഒക്കെ വരുന്ന, ഡൽഹിയിൽ നിന്നും ഒക്കെ വരുന്ന ആളുകളാണ് ആ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. നമുക്കറിയാം ഡൽഹിയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. ആകെയുള്ള ലോക്സഭാ സീറ്റിലെല്ലാം 5 ലോക്സഭാ സീറ്റുകളാണ് ഡൽഹിയിലുള്ളത്. ആ മുഴുവൻ ലോക്സഭാ സീറ്റുകളും BJP തൂത്തുവാരിയിട്ടുണ്ടായിരുന്നു. നിയമസഭയിലും അങ്ങനെ തന്നെയാണ്. അവിടെ നിന്നൊക്കെ വിദ്യാർത്ഥികൾ ഈ സമരരംഗത്തേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറയുമ്പോൾ അത് BJPയുടെ കൂടി വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ BJPയുടെ രാഷ്ട്രീയം കൂടി അനുവർത്തിക്കുന്നവരാണ്, അവർ മാറി ചിന്തിക്കുന്നു എന്നത് BJPയെ സംബന്ധിച്ച് ഒട്ടും അനുകൂലമായ ഒരു ഘടകമല്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ BJPയുടെ തിരിച്ചറിവായിരിക്കാം ഈ സമരം ഇത്ര പെട്ടെന്ന് നീർത്തത്. കാരണം ഈ വിദ്യാർത്ഥികളെയൊക്കെ ലാത്തിയും ബാനറ്റും കൊണ്ട് നേരിട്ടാൽ, ഒരുപക്ഷെ വിദ്യാർത്ഥികളുടെ പുറത്ത് ചോര വീണാൽ അവരുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ BJPക്കാരായിരിക്കാം. അവർ മാറി ചിന്തിച്ചേക്കാം, BJPയുടെ വഴി വിട്ടേക്കാം. സ്വന്തം മക്കളെക്കാൾ വലുതല്ലല്ലോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു മാതാപിതാക്കൾക്കും എന്ന തിരിച്ചറിവായിരിക്കാം BJPയെ ഈ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ കീഴടങ്ങുവാൻ പ്രേരിപ്പിച്ചത് എന്നത് വസ്തുതയാണ്. തൽക്കാലം ഈ വീഡിയോയുമായിട്ട് വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ജയ് ഹിന്ദ്.